2023 ജൂലൈ മാസം നടത്തിയ സെറ്റ് എക്സാം, ബോട്ടണി സെറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണിത്. അപ്പം നമുക്ക് ചോദ്യവും ഉത്തരങ്ങളും മാത്രം ഒന്ന് നോക്കി പഠിച്ചു പോവാം. ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഇൻ പ്ലാന്റ്സ്, PIN പ്രോട്ടീൻസ് ആർ ഇൻവോൾവ്ഡ് ഇൻ. ഉത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓക്സിൻ ഗ്രേഡിയൻറ്റ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് ടൈമിൽ പിൻ പ്രോട്ടീൻസ് എന്ത് കാര്യത്തിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓക്സിൻ ഗ്രേഡിയൻറ്റ്, ഓക്സിൻ്റെ ഉൽപ്പാദന അതിന് വേണ്ടിയിട്ടാണ് പിൻ പ്രോട്ടീൻസ് ഉള്ളത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു 5' ഓഫ് RNA? അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 and 4. 1, 2 and 4. 3 തെറ്റുത്തരമാണ് കേട്ടോ. അതിൽ ഒന്നാമത്തത് മെസ്സഞ്ചർ RNA's സ്റ്റെബിലിറ്റി ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. രണ്ടാമത്തത് ഇറ്റ് എൻഷുവർ സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് RNA. പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് ഡീഗ്രഡേഷൻ ബൈ എക്സോന്യൂക്ലിയേസ്. അപ്പം വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു 5' ഓഫ് RNA. RNAയുടെ 5' ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA സ്റ്റെബിലിറ്റി ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ ട്രാൻസ്ലേഷൻ സമയത്ത് മെസ്സഞ്ചർ RNAസിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ആണ്, അത് കറക്റ്റ് ഉത്തരമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇറ്റ് എൻഷുവർ സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് RNA. 5' എന്തിനെ എൻഷുർ ചെയ്യുന്നു? സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് RNA എൻഷുർ ചെയ്യുന്നു. അടുത്ത നാലാമത്തെ ഓപ്ഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് ഡീഗ്രഡേഷൻ ബൈ എക്സോന്യൂക്ലിയേസസ്. എക്സോന്യൂക്ലിയേസസിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഡീഗ്രഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ഈ ഒരു 5' RNA തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം, റെസിൻ ഒബ്റ്റൈൻഡ് ഫ്രോം ഏബിസ് ബാൽസാമിയ ഈസ്. ഏബിസ് ബാൽസാമിയയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റെസിൻ ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം ഏതാണ്? എ, കനഡ ബാൽസം. ഫോർത്ത് ക്വസ്റ്റ്യൻ, സെല്ലുലാർ എൻഡോസ്പേം ക്യാൻ ബി സീൻ ഇൻ. സെല്ലുലാർ എൻഡോസ്പേം താഴെ പറയുന്നതിൽ ഏതിലാണ് കാണപ്പെടുന്നത്? പോയയിലാണോ, അരക്കയിലാണോ, ലിലിയത്തിലാണോ, പെപ്പറോമിയയിലാണോ? അതിന് ഉത്തരം പെപ്പറോമിയയിലാണ് കേട്ടോ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ദ ജിയോളജിക്കൽ പീരീഡ് ഡ്യൂറിങ് വിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആൻജിയോസ്പേംസ് ഒക്കേർഡ്. ആൻജിയോസ്പേംസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കറായ ജിയോളജിക്കൽ പീരീഡ് ഏതാണെന്നാണ് ചോദ്യം. അതിനുത്തരം ക്രിട്ടേഷ്യസ് പീരീഡാണ് കേട്ടോ. ക്രിട്ടേഷ്യസ് പീരീഡാണ് ആൻജിയോസ്പേമിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരുന്ന സമയം. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ എൻസൈംസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ ബേസ് എക്സിഷൻ റിപ്പയർ. അതായത് ബേസ് എക്സിഷൻ റിപ്പയർ സമയത്ത് ഏത് എൻസൈമാണ്, താഴെ പറയുന്നതിൽ ഏത് എൻസൈമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? അതിനുത്തരം ഓപ്ഷൻ ബി ആണ്, DNA ഗ്ലൈക്കോസിലേസ്. DNA ഗ്ലൈക്കോസിലേസ് ആണ് ബേസ് എക്സിഷൻ റിപ്പയർ ടൈമിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈം. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഹൈപ്പർ അക്യുമുലേറ്റർ ഓഫ് ആഴ്സനിക്. ആഴ്സനിക്കിൻ്റെ ഹൈപ്പർ അക്യുമുലേറ്റർ ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. അതിനുത്തരം ചെറിസ് ആണ്. ചെറിസ് ആണ് ആഴ്സനിക്കിൻ്റെ ഹൈപ്പർ അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. അടുത്ത് എട്ടാമത്തെ ചോദ്യം, ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഫൗണ്ട് ഇൻ ഹെലിയോട്രോപ്പിയം. ഹെലിയോട്രോപ്പിയത്തിൽ കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസ് ഏതാണ്? സ്കോർപിയോഡ് സൈമാണ് ഹെലിയോട്രോപ്പിയത്തിൽ കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസ്. അടുത്ത നയൻത് ക്വസ്റ്റ്യൻ, ദ ജീൻസ് അസോസിയേറ്റഡ് വിത്ത് സെനസെൻസ്. താഴെ പറയുന്നവയിൽ സെനസെൻസ് ആയിട്ട് ബന്ധപ്പെട്ട ജീൻസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, CDK1 ആണ് സെനസോസുമായിട്ട് ബന്ധപ്പെട്ട ജീൻസ് എന്ന് പറയുന്നത്. അടുത്ത് പത്താമത്തെ ചോദ്യം, ദ ആർട്ടിക്കിൾസ് ഓഫ് ബൊട്ടാണിക്കൽ കോഡ് ICN 2018 ദാറ്റ് ഡീൽസ് വിത്ത് ദ കണ്ടീഷൻ ഓഫ് എഫക്റ്റീവ് പബ്ലിക്കേഷൻ. എഫക്റ്റീവ് പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ, അതായത് നമ്മുടെ ബൊട്ടാണിക്കൽ കോഡ് ഓഫ് ICNൽ 2018 പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ആർട്ടിക്കിൾസ് 29 മുതൽ 31 പറയുന്നത് കേട്ടോ. അടുത്ത 11ാമത്തെ ചോദ്യം, റൂമിനേറ്റ് എൻഡോസ്പേം ഈസ് സീൻ ഇൻ. റൂമിനേറ്റ് എൻഡോസ്പേം താഴെ പറയുന്നതിൽ ഏതിലാണ് കാണപ്പെടുന്നത്? അരക്കയിലാണ് റൂമിനേറ്റ് എൻഡോസ്പേം കാണപ്പെടുന്നത്, അരക്ക. 12ാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ നാഷണൽ പാർക്സ് ആർ ഡിക്ലെയർഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. താഴെ പറയുന്നവയിൽ നാഷണൽ പാർക്ക് ഏത് സെക്ഷനിലൊക്കെയാണ് നാഷണൽ പാർക്ക് വരുന്നത്?
ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 35-ലാണ് 5-ൻ്റെ കീഴിലാണ് നാഷണൽ പാർക്ക് വരുന്നത്. 13ാമത്തെ ചോദ്യം, സ്റ്റാർച്ച് ഗ്രെയിൻസ് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്സ് ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്സ് മാച്ച് ദ. അതായത് ഓരോന്നിൻ്റെയും ഇത് ഷേപ്പ് അനുസരിച്ച് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. A 4 വരും. മെയ്സ് പോളിഗോണലാണ്. ബി സ്ഫെരിക്കലാണ് വരുന്നത്. സി വീറ്റ് ഫ്ലാറ്റാണ് വരുന്നത്. വീറ്റ് ഫ്ലാറ്റ്. ഡി പൊട്ടറ്റോ ഓവൽ ഷേപ്പിലാണ് വരുന്നത്. മെയ്സ് ഏത് ഷേപ്പാണ്? പോളിഗോണലാണ്. ബി പൾസസ് ഏത് ഷേപ്പിലാണ് വരുന്നത്? സ്ഫെരിക്കലാണ് വരുന്നത്. വീറ്റ് ഏത് ഷേപ്പിലാണ്? ഫ്ലാറ്റ്. വീറ്റ് ഫ്ലാറ്റ്. പൊട്ടറ്റോ ഏത് ഷേപ്പാണ്? ഓവൽ ഷേപ്പിലാണ് വരുന്നത്. 14ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ബ്രയോഫൈറ്റ് ഈസ് നോൺ ആസ് ബോട്ടിൽ ഹെപ്പാറ്റിക്സ്? താഴെ പറയുന്ന ഏത് ബ്രയോഫൈറ്റിലെ ഏതാണ് ബോട്ടിൽ ഹെപ്പാറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്. സ്ഫെറോകാർപ്പസ് ആണ്. സ്ഫെറോകാർപ്പസ് ആണ് എന്ത്? ഹെപ്പാറ്റിക്സ്, ബോട്ടിൽ ഹെപ്പാറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. സ്ഫെറോകാർപ്പസ് ആണ് ബോട്ടിൽ ഹെപ്പാറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ട്യൂമർ സപ്രസർ ജീൻസ്? ട്യൂമർ സപ്രസ് ചെയ്യുന്ന ജീൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. BRCA1, BRCA2, P53, RB1. BRCA1, BRCA2, P53, RB1 ഇത് ഇത്രയും ട്യൂമർ സപ്രസർ ജീൻസ് ആണ്. അടുത്ത 16ാമത്തെ ചോദ്യം, ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ? താഴെ പറയുന്നവയിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ മേജറായിട്ടുള്ള സ്വഭാവങ്ങൾ, മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 and 3. 1ഉം 3ഉം ആണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉത്തരം ഏതാണ്? മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? മേജർ സ്ട്രക്ചറൽ പ്രോട്ടീൻ ഓഫ് യൂക്കാരിയോട്ടിക് ക്രോമസോം. അതായത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് ക്രോമസോമിൻ്റെ മേജർ സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. അടുത്ത് ദേ ആർ ഹൈ മോളിക്കുലർ വെയ്റ്റ് വാട്ടർ സോളിബിൾ ബേസിക് പ്രോട്ടീൻസ് വിത്ത് റിച്ച് ലൈസീൻ കണ്ടൻറ്റ്. അത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ബേസിക് പ്രോട്ടീൻസ് ആണ്. അത് റിച്ച് ലൈസീൻ ഉണ്ട്. അടുത്ത 17ാമത്തെ ചോദ്യം, സ്റ്റുഡൻസ് ടി ടെസ്റ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ? സ്റ്റുഡൻറ് ടീസ് ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? 17ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ WS ഗോസെറ്റ് ആണ്. WS ഗോസെറ്റ് സ്റ്റുഡൻറ് ടീസ് ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തു. അടുത്ത 18ാമത്തെ ചോദ്യം, ജീൻസ് വിച്ച് ഹാവ് എ കീ റോൾ ഇൻ എസ്റ്റാബ്ലിഷിങ് എ ഫ്ലോറൽ മെരിസ്റ്റം ഇൻ അരാബിഡോപ്സിസ്. അരാബിഡോപ്സിസിൽ ഫ്ലോറൽ മെരിസ്റ്റം ഉണ്ടാക്കുന്നതിൽ മെയിനായിട്ട് റോള് ചെയ്യുന്ന താഴെ പറയുന്നതിൽ ഏത് ജീൻസ് എന്നാണ് ചോദ്യം. അതിനുത്തരം ഓപ്ഷൻ ഡി ആണ്. LFOE and AP1. LFOE and AP1 ഫ്ലോറൽ മെരിസ്റ്റം. അല്ലെങ്കിൽ LEF ഒക്കെ ഉണ്ട്. ഫ്ലോറൽ മെരിസ്റ്റം, അരാബിഡോപ്സിസ്, അരാബിഡോപ്സിസ് എല്ലാത്തിനും ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. LFOE and AP1. അടുത്ത് 19ാമത്തെ ചോദ്യം, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെഫറൻസ് ടു ട്രാൻസ്ഡക്ഷൻ ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്നവയിൽ ട്രാൻസ്ഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത്. ട്രാൻസ്ഡക്ഷൻ ഹാപ്പൻസ് ത്രൂ എയ്തർ ദ ലൈറ്റിക് ഓർ ലൈസോജെനിക് സൈക്കിൾ. ലൈറ്റിക് സൈക്കിളിലോ ലൈസോജെനിക് സൈക്കിളിലും ഏതെങ്കിലും ട്രാൻസ്ഡക്ഷൻ നടക്കാറുണ്ട് കേട്ടോ. അടുത്ത 20th ചോദ്യം, 20ാമത്തത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ വിറിയോൺ ആൻഡ് വിറോയിഡ്. വിറിയോണും വിറോയിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് സി. എയും സിയും ആണ് അത് തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിക്കുന്ന ഓപ്ഷൻസ്. വിറിയോൺ ഈസ് എ കംപ്ലീറ്റ് ഫങ്ഷണൽ വൈറസ് ദാറ്റ് ഹാസ് കപ്പാസിറ്റി ടു ഇൻഫെക്റ്റ്. വിറിയോൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫങ്ഷണബിൾ ആയിട്ടുള്ള വൈറസാണ്. അത് വേറൊരു സെല്ലിനെ ചെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വൈറസാണ് വിറിയോൺ എന്ന് പറയുന്നത്. അടുത്ത് വൈറസല്ല, വിറിയോൺ എന്ന് പറയുന്നത്. വിറിയോൺ ഹാവ് പ്രോട്ടീൻ കവറിങ്. വിറിയോണിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ചുറ്റും പ്രോട്ടീൻ കവറിങ് ഉണ്ട്, പിന്നെ ക്യാപ്സിഡ് ഉണ്ട്. പക്ഷേ ആർക്കതില്ല? വിറിയോഡ്സിന് അത് ഇല്ല. ഓക്കെ, ഇത് ആദ്യം നമുക്ക് ഈ ഒരു പാർട്ടിൽ 20 ചോദ്യം നോക്കാം. ഇനി അടുത്ത പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം.